ഹലോ ഗൈസ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇത് ഞങ്ങളുടെ നാട്ടിലെ തോട്ടിലെ ഫിഷിങ് കേട്ടോ. അത്യാവശ്യം വെള്ളം കലക്കുള്ള സമയത്തോട്ടെ ഞാൻ ഈ ഫിഷ് ചെയ്യുന്നത്. ഞാനും എൻ്റെ അനിയനും കൂടി കേട്ടോ. നമ്മൾ മൂന്നാൾ കൂടിയാണ് ഫിഷ് ചെയ്യാൻ പോകുന്നത്. ഞങ്ങളുടെ കയ്യിൽ 2 വലയുണ്ട് കേട്ടോ. ഇത് ഒരു 3/4 നമ്പർ സൈസ് വരുന്ന വലയാണ്. എൻ്റെ കയ്യിൽ ഉള്ളത് വേറൊരു വല ഉണ്ട്, ഒരു 1/4 നമ്പർ. അത് തോട്ടിൽ വീഴാൻ പറ്റുന്നില്ല, പക്ഷേ നല്ല മീനൊക്കെ കിട്ടുന്നുണ്ട് കേട്ടോ. അത്യാവശ്യം വലിയ മീനൊക്കെ അതുകൊണ്ട് പിടിക്കുന്നുണ്ട്. അപ്പം ചെറിയ വീച്ചിൽ വീഴ്താൽ മതി, കാരണം തോടായതുകൊണ്ട് നല്ലോണം കുടുങ്ങാനും സാധ്യത ഉണ്ട്. പക്ഷേ നേക്കിന് വീത് വലിച്ചെടുക്കാനേ പറ്റുള്ളൂ. ഇത് തോട് മുറിച്ച് കിടക്കുന്ന ഒരു നടപ്പാതമായിട്ടതാണ്. അത് പ്രൈവറ്റ് പ്രോപ്പർട്ടിയാണ് കേട്ടോ. ഞങ്ങൾ 2 ആൾക്കാരാണ് വീണ ആൾക്കാർ. ഒരാൾ ഞങ്ങളെ കൂടെയുള്ള ഹെൽപ്പ് ചെയ്യുന്ന ഒരാളാണ്. ഒക്കെ അനിയന്മാർ തന്നെയാണ്. ഫസ്റ്റ് കിട്ടിയ, ഞാൻ വരുന്നതിൻ്റെ മുന്നേ കിട്ടിയ മീൻ കേട്ടോ, കടുങ്ങാലിയൊക്കെ ആയിട്ട്. ഇതാണ് ഞാൻ വീണത്. ഞാൻ ഫസ്റ്റ് വീണ വീച്ചില്ലാട്ടത്. ചെറിയ വല കുടുങ്ങിയാണ്, പക്ഷേ തെറ്റില്ലാത്തൊരു ആരൽ കിട്ടിയിട്ട് അതിൽ ആദ്യത്തെ വീച്ചിൽ തന്നെ നമുക്ക് കിട്ടിയത് ആരല്ല. ഈ വലക്ക് വേഗം മീൻ കിട്ടും, കാരണം പെട്ടെന്ന് താവണുണ്ട്. അത്യാവശ്യം ഒരു 2 അടി സൈസുള്ള ആരലാണ്. മറ്റവൻ അവിടെ കുറച്ച് ദൂരെ പോയിട്ട് എറിയുന്നുണ്ട്. ആ ഭാഗത്ത് കുടുങ്ങാൻ നല്ല സാധനം, പക്ഷെ നല്ല വലിയ വാളകളൊക്കെ ആ ഭാഗത്ത് ഒരുപാട് ആൾക്ക് മുന്നേ കിട്ടിയ ശീലമുണ്ട്. ഞാനും തൊട്ട് ഇപ്പുറത്തൊന്നും കൂടി അറിയാണ്. എൻ്റെ വല കനം കുറവാണ്, ഒറ്റ കനം കുറവാണ്. ഇത് ആദ്യം ഒരു വലിയ വലയാണ്, ഞാനത് ചെറുതാക്കിയതാണ്. പക്ഷെ ആ വല ചെറുതാക്കിയതിൻ്റെ ശേഷം ഒറ്റ കോണല്ലാതെ അത്യാവശ്യം മീനൊക്കെ കിട്ടണ വലക്കത്തെയാണ്. പക്ഷെ കനം തീരല്ലാണ്ട് വലേൻ്റെ ഒരു എയിമ് പോയി. ഇതിൽ അത്യാവശ്യം കടുങ്ങാല് കിട്ടുന്നുണ്ട്. 3-4 കടുങ്ങാലൊക്കെ അതിലും കിട്ടുന്നുണ്ട്. സർവീസ് വയറാണ് ആ തൂണ്. ജസ്റ്റ് എസ്കേപ്പായി പോകുന്നതാണ് അവിടെ നിന്ന്. നമുക്ക് നോക്കാം ഇതിൽ എത്രയൊക്കെ മീൻ കിട്ടിയാണ്. മറ്റാളും വീയൽ തുടങ്ങി. മറ്റാൾ പുതിയ ആളാട്ടോ, വലിയൊരു എക്സ്പീരിയൻസ് ഒന്നുമില്ല. എന്നാലും വീത് മീൻ കിട്ടലൊക്കെ ഉണ്ട്, പക്ഷേ കൂടുതൽ മീൻപിടുത്തത്തിന് ഇറങ്ങാനുള്ള ആൾ. അതിലൊന്നും കിട്ടിയിട്ടില്ല. ഒന്നുണ്ട് ആ ചെറിയ സന്തോഷം. ഇത് ഞാൻ വലയാണ് കേട്ടോ. നമ്മളെ വല പിന്നെ എങ്ങനെ ചെയ്താലും മീൻ ഉണ്ടാവും, കാരണം വല വള്ളത്തിലെത്തുമ്പോൾ തന്നെ താഴ്ന്നു പോകുന്നുണ്ട്. അതുകൊണ്ട് നമുക്ക് മീൻ കിട്ടുന്നുണ്ട്. അത്യാവശ്യം മീനുണ്ട്, ഇവിടെ നിന്ന് തന്നെ കാണാം. ഞാൻ തടി കൂടുതലുള്ളതുകൊണ്ട് എനിക്ക് ഭയങ്കര പേടിയാണ്. ഈ വലയും തൂക്കി പിടിച്ചാണ്ട് പാലത്തും കൂടെ ഞാൻ നടന്നതാണ്. കടുങ്ങാലികൾ അത്യാവശ്യം നല്ല പൊരിച്ച് തിന്നാൻ പറ്റിയ കടുങ്ങാല്, 5-6 കടുങ്ങാലി ഓരോ വലക്കച്ച് കിട്ടുന്നുണ്ട്. ഇപ്പം നമുക്ക് കിട്ടിയ മീനുകളാട്ടെ ഇവിടെ. ഇത് ഞങ്ങൾ 2 ആൾക്കാരെ പാത്രത്തിൽ കട്ട മീൻ ഇട്ടുന്നത്. ഇപ്പം എനിക്ക് കിട്ടുന്ന മീൻ വേറെ പാത്രത്തിലും എനിക്ക് കിട്ടുന്ന മീൻ വേറെ പാത്രത്തിലും. തിരക്കടില്ല. ഇതിപ്പോൾ എൻ്റെ കയ്യിലുള്ള വലയാണ് ആ വലിച്ചെടുക്കുന്നത്. അങ്ങനെ മാറി മാറി വല വീതമൊക്കെ ഉണ്ട്. അതിൽ കുറച്ച് വലിയൊരു കടുങ്ങാലി കിട്ടിയാണ്. ഒരു 100 ഗ്രാമൊക്കെ വരുന്ന സൈസുള്ള കടുങ്ങാലാണ്. അങ്ങനത്തെ ഒരു 10 കിട്ടിയ 1 കിലോൻ്റെ ഒക്കെ മേലെ ഉണ്ടാവും. 10 ഒന്നും മണ്ടിയില്ല, എത്ര വലിയ കടുങ്ങാലൊക്കെ ഉണ്ടെങ്കിൽ. ഇപ്പോൾ ഞങ്ങൾ അണക്കെട്ടിൻ്റെ അവിടെ ആട്ടോ വീണത്. അണക്കെട്ടിൻ്റെ ചീപ്പൊക്കെ തുറന്നാണ്. അത് ആ തോടിൻ്റെ മേൽഭാഗത്തേക്കുള്ള ഒരു അണക്കെട്ടാണ്. ഇവിടുന്ന് ഫസ്റ്റ് വീഴട്ടോ. വല അരക്കണമൊന്നുമില്ല, വല കനല്ലാണ്ട് ഒരു നേക്കുമില്ല വീഴാൻ. വല മൊത്തത്തിലെ 3 കിലോനുള്ളൂ, വലയും കയറും എല്ലാം കൂടി ആയിട്ട്. പക്ഷെ വല പെട്ടെന്ന് ആ വലക്ക്
താകാനുള്ള വലമണി എയിമിലുണ്ട്, പക്ഷേ കനമില്ലാത്തതുകൊണ്ടാണ് നമുക്കൊരു വീഴുള്ള എക്സ്പീരിയൻസ് ഇല്ലാത്ത മാതിരി. ഒരു അടിക്ക് ഒലുവിലൊന്ന് എറിഞ്ഞു നോക്കണം, പക്ഷെ അതുകൊണ്ട് മീനൊന്നും കിട്ടുന്നില്ല. പരക്കെ വീയുണ്ട്, എല്ലായിടത്തും പോയി വീയുണ്ട്. ചെറിയ രീതിയിലൊക്കെ നമുക്ക് മീൻ കിട്ടുന്നുണ്ട് കേട്ടോ. മീനുണ്ട്, എല്ലാത്തിലും മീനുണ്ട് കേട്ടോ. ഈ വലൻ്റെ ഒരു പ്രത്യേകതയാണ്. വല മണി ഓടിക്കണേ, ഗഡ്സ് മണിയും കൂടി. ഏകദേശമൊക്കെ ഫിഷിങ് അവസാനിക്കാനാണ് കേട്ടോ. ഞാൻ അത്യാവശ്യം മീൻ കൂട്ടാൻ മക്കളായിരുന്നു. ഇതൊക്കെ വെറുതെ ലീവുള്ള സമയത്ത് വെറുതെ പോയി കണ്ട് ഫിഷ് ചെയ്യണ അതായതുകൊണ്ട് കിട്ടണ മീൻ അതൊരു നല്ല പോലെ വിരിഞ്ഞു കേട്ടോ. അല്ല തിരക്കടില്ല. നമ്മൾ ഒന്ന് കിട്ടിയ മീനൊക്കെ നമ്മൾ കാണിച്ചു തരാം കേട്ടോ. ഈ ബാഗിലുള്ള വലിയ മീൻ കിട്ടിയതാണ് എനിക്ക്, മറ്റേത് അവർ കിട്ടിയത്. ഏതായാലും വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പം അടുത്ത വീഡിയോയിൽ കാണാം. എല്ലാവരും ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യുക. എല്ലാവർക്കും നന്ദി.